മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം തന്നെ ആഘോഷങ്ങളുടെ സമയമാണ്. ഭക്ഷണവും ഇതിൽ പ്രധാനമാണ്. അതിനാൽ തന്നെ ഇത്തരം ആഘോഷങ്ങൾക്ക് ശേഷം ശരീരത്തിൽ കൊഴുപ്പ് വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. ക്രിസ്മസ് വേളയിൽ നാം പൊതുവെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളും കേക്ക് അടക്കം ഉയർന്ന കലോറിയുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്നത് സാധാരണമാണ്. ഇതെല്ലാം തന്നെ തടി വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ക്രിസ്മസിന് ശേഷം തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ക്രിസ്മസ് കഴിഞ്ഞാൽ പലരും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. തണുപ്പ് കാലത്തും വ്യായാമം ചെയ്യുന്നത് ഗുണം ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ജിമ്മിൽ പോകാം, യോഗ ക്ലാസ്സുകൾക്ക് പങ്കെടുക്കാം. അതുപോലെ രാവിലത്തെ സൈക്ലിംഗ്, നടത്തം, ഓട്ടമൊക്കെ തടി കുറയ്ക്കാൻ നല്ലതാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി കഴിച്ച മധുരവും എണ്ണയിൽ വറുത്തതുമായ ഭക്ഷണങ്ങൾ ശരീരത്തിൽ നിന്നും പുറന്തള്ളാൻ ശ്രദ്ധിക്കണം. നാരുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. അമിതമായി എണ്ണയിലും മധുരത്തിലും പൊതിഞ്ഞ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഹോട്ട് ചോക്ലേറ്റ്, കേക്ക്, ഫ്രൈഡ് ചിക്കൻ എന്നിവ കുറച്ചു ദിവസത്തേക്ക് പൂർണ്ണമായും മാറ്റി നിർത്താം. ഉത്സവങ്ങൾ വരുമ്പോൾ പലരും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല. കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമല്ല, മദ്യവും ഉയർന്ന കലോറി അടങ്ങിയതാണ്. ഇത് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു തടസ്സമാകും. മദ്യപാനം ശരീരഭാരം കൂട്ടാൻ കാരണമാകും. അതിനാൽ മദ്യപാനം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആരോഗ്യകരമായ ദിനചര്യ കെട്ടിപ്പടുക്കുന്നതിൽ ഒരു വലിയ ചുവടുവെപ്പാണ്. ബ്രോക്കലി, ഇഞ്ചി, വെളുത്തുള്ളി, ചീര, ഓറഞ്ച് പോലെയുള്ള വിറ്റാമിൻ സി ധാരാളമുള്ള പഴങ്ങൾ എന്നിവ പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ മെറ്റബോളിസം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. മെറ്റബോളിസം എന്നത് ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല മെറ്റബോളിസം ശരീരഭാരം കുറയ്ക്കാൻ വളരെ പ്രധാനമാണ്. നിർജ്ജലീകരണം സംഭവിക്കുന്നത് പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾ വരുത്തും. പ്രത്യേകിച്ച് അമിതമായ മധുരത്തോടുള്ള ആസക്തി വർദ്ധിപ്പിക്കാൻ നിർജ്ജലീകരണം കാരണമാകും. ഇത് കാരണം നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരം മധുരം കഴിക്കാൻ തുടങ്ങും. അതിനാൽ അടുത്ത തവണ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ അമിതമായ ആഗ്രഹം തോന്നുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കൂ. ഇത് നിങ്ങളുടെ ആസക്തി കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ശരീരഭാരം കുറയ്ക്കാനും ഇത് ഉപകരിക്കും. നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ പലപ്പോഴും ഉറക്കത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകാറില്ല. ഓഫീസുകളിൽ രാത്രി വൈകിയും ജോലി ചെയ്യുന്നവരും വീട്ടിലിരുന്ന് TV പരിപാടികൾ കാണുന്നവരും ധാരാളമുണ്ട്. എന്നാൽ ആരോഗ്യകരമായ ജീവിതശൈലിക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ദിവസവും കുറഞ്ഞത് 8 മണിക്കൂർ ഉറങ്ങുന്നത് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. രാവിലെ വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് ഉണർവ് നൽകുന്നത് പോലെ രാത്രിയിലെ നല്ല ഉറക്കം ശരീരത്തിന് വിശ്രമം നൽകുന്നു. പകൽ മുഴുവനും ശരീരത്തിനുണ്ടായ സമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തി നേടാനും അടുത്ത ദിവസത്തേക്ക് ഊർജം സംഭരിക്കാനും ഇത് സഹായിക്കുന്നു. അതിനാൽ ആരോഗ്യകരമായ ജീവിതശൈലിക്ക് ഉറക്കത്തിന് തുല്യമായ പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.